പ്രൈസ് ലോർഡ്. മരണനീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. ആമേൻ. ഇന്നെന്താ വ്യത്യസ്തമായിട്ടൊരു സ്റ്റാർട്ടിങ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്നാലും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവത്തിലൂടെ ഞങ്ങളും കടന്നുപോയി. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇതിൽ ക്യാപ്ഷനിൽ കണ്ടു കാണും. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഞങ്ങൾ 5th ഫ്ലോറിലാണ് താമസിക്കുന്നത്. 6th ഫ്ലോറിൽ ഒരു ഫ്ലാറ്റിൽ തീ പിടിച്ചു. അതും രാത്രിയാണ്. ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അച്ചായനും അച്ചുട്ടനും മൂത്ത കുഞ്ഞും ഉറങ്ങി. ഞാനും അമ്മുക്കുട്ടിയും ഹോളിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹോളിലിരിക്കുക. അപ്പോൾ ഫയറിൻ്റെ അലാറം ഇങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ അടിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലാറം അടിക്കും കേട്ടോ. ചിലപ്പോൾ ഇറിറ്റേഷൻ ആവാറുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉറക്കത്തിന് എണീക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ അടിക്കുന്നില്ല, പക്ഷേ പുറത്ത് ഇങ്ങനെ അലാറം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ ഫയർ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പോലീസ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതോ അടുത്ത ബിൽഡിങ്ങിൽ എന്തോ ഇങ്ങനെ ബിൽഡിങ്ങിൽ തീ പിടിച്ച് കാണും. എവിടെയാണോ എന്തോ റോട്ടിൽ കൂടെ, നമ്മുടെ അടുത്ത റോഡുണ്ടല്ലോ, റോട്ടിൽ കൂടെ അങ്ങനെ വണ്ടി പോകുന്ന സൗണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ബാൽക്കണി ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് താഴോട്ടൊക്കെ നോക്കുക. ഏത് ബിൽഡിങ്ങിലാണ്, ഏത് കൂടെ ഈ വണ്ടികൾ ഇങ്ങനെ പോണത്, ഏത് ബിൽഡിങ്ങിലാണ് തീ പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക വണ്ടി സൗണ്ട് കേട്ടിടത്തേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഭയങ്കര രീതിയിൽ പുകയാണ് വരുന്നത്. പുകയെന്ന് പറഞ്ഞാൽ നല്ല പുക. ആ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പുക വരും. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമ്മളെ ബിൽഡിങ്ങിലാണ് സംഭവം നടക്കുന്നതെന്ന്. ഞാൻ കൊച്ച് ഹോളിലിരിക്കുക, കൊച്ചിനെ വലിച്ചെടുത്തു. അപ്പോഴേക്കും അവൾ പേടിച്ചു. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെടുക്കുന്ന ലെവലിലല്ലല്ലോ എടുക്കുന്നത്, പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഓടി ബെഡ്റൂമിൽ വന്നിട്ട് അച്ഛനെ കുലുക്കി വിളിച്ചു. അച്ഛൻ നല്ല ഉറക്കം. അച്ഛൻ നമ്മുടെ ബിൽഡിങ്ങിൽ തീ പിടിച്ചു, നമ്മുടെ ബിൽഡിങ്ങിൽ തീ പിടിച്ചു കണ്ടോ. അച്ഛൻ ഉറക്കത്തിന് എണീച്ചു, എവിടെ തീയോ, നമ്മുടെ ബിൽഡിങ്ങിലോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞു ബാൽക്കണിയിൽ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ബാൽക്കണി നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ഡൗട്ട്, അത് നമ്മുടെ ബിൽഡിംഗ് ആണോ അപ്പുറത്തെ ബിൽഡിംഗ് ആണോ എന്ന്. പക്ഷെ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ ബിൽഡിംഗ് തന്നെയാണ്. പക്ഷേ 6th ഫ്ലോറിൽ എനിക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫ്ലോർ തന്നെയാണെന്നാണ് തോന്നിയത്. പക്ഷേ 6th ഫ്ലോറിലായിരുന്നു. ബാൽക്കണിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തീ അവരുടെ ഫ്ലാറ്റിൽ. എന്നിട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത്. എല്ലാ ഫ്ലാറ്റിൽ നിന്നും ആൾക്കാരെ ഇറങ്ങി ഓടിയും കൊണ്ടിരിക്കുക. ഞങ്ങളാണ് ലേറ്റായിട്ട് അറിഞ്ഞത് തോന്നുന്നു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുന്നുണ്ട്. പാസ്പോർട്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. പാസ്പോർട്ട് ലാപ്ടോപ്പ് മാത്രം ബാഗിലെടുത്തിട്ടു. ഡോറ് പോലും അടച്ചില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആർക്കെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ എന്തിനെങ്കിലും കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഡോറൊക്കെ ഞങ്ങൾ ലോക്ക് ചെയ്ത് ജസ്റ്റ് വാതിലടച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന്, അതും നമ്മൾ ടെൻഷനാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ എവിടെയും തീ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എടുത്ത് അവർക്ക് ചാടി രക്ഷപ്പെട്ടൂടെ എന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് അങ്ങനൊരു സംഭവം വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ കയ്യും കാലും വിറച്ചിട്ട് എൻ്റെ തൊണ്ടയൊക്കെ വറ്റി ഡ്രൈ ആയി. ഞങ്ങൾ 5ാമത്തെ ഫ്ലോറിലാണ് ഓർത്തോണം. ഈ 5ാമത്തെ ഫ്ലോറിൽ നിന്ന് വേണം സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ. ലിഫ്റ്റൊക്കെ ഔട്ട് ഓഫ് സർവീസായി. ഇതിന്ന് ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ കാല് വിറച്ചിട്ട് സ്റ്റെപ്പിൽ ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. വയസ്സായവരെയൊക്കെ കൂട്ടി പിടിച്ചിട്ട് സ്റ്റെപ്പിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിൽ മുമ്പ് നിറയെ ആൾക്കാർ, എല്ലാവരും താഴെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കും അനൗൺസ്മെൻ്റ് ഒക്കെ കോറിഡോറിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ തീയായിരുന്നു കത്തിക്കൊണ്ടിരുന്നത്. അത് മാറി പുകയിലാണ്. പുക വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. 6th ഫ്ലോറിൽ ഞങ്ങളൊരു ഫാമിലി ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ തീ അണയ്ക്കാനൊക്കെ ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ എത്ര. അപ്പോൾ നമ്മുടെ ഹോളിൽ കർട്ടനിലൊക്കെ തീ പിടിച്ചിരിക്കുക എത്ര. പിന്നെ അവർ ഓടി ഇറങ്ങി വന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല. ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. ഞങ്ങൾ ആർക്കും ഒരു കുഴപ്പമില്ല. ആ ഫ്ലാറ്റിലുള്ളവർക്കോ ഈ ബിൽഡിങ്ങിലുള്ളവർക്കോ ആർക്കും ഒരു കുഴപ്പമില്ല. ദൈവം ഞങ്ങളെയും പരിപാലിച്ചു. പലപ്പോഴും നമ്മുടെ സാഹചര്യമൊക്കെ നമുക്ക് നല്ലതായിട്ടിരിക്കും, ഒന്നും പറ്റില്ല എന്നൊക്കെ വിചാരിക്കുക. അത് കുവൈറ്റിലല്ലേ സംഭവിച്ചതെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വാർത്തയായിട്ട് മാത്രം നമ്മൾ കളഞ്ഞു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ വിറച്ചൊരു ദിവസമല്ല, സത്യം പറയാമല്ലോ. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നല്ല ചൂടാണ്. ബാൽക്കണിയിൽ പേപ്പർ കവറ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ബാർബിക്യൂ ഒന്നും ചെയ്യാതിരിക്കുക. ചിലവരൊക്കെ ഇവിടെയൊക്കെ ചെയ്യുന്ന കാണാം ബാർബിക്യൂ ഒക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നല്ല ചൂടും കൂടിയല്ലേ. നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക. ബാക്കി കർത്താവ് എല്ലാം കാത്തുകൊള്ളും. എല്ലാവരെയും അവിടെ ഇവിടെയും ദൈവം പരിപാലിക്കട്ടെ. ഞങ്ങളെന്തായാലും അത്ഭുതകരമായി ഞങ്ങൾ രക്ഷപ്പെട്ടു. സന്തോഷമായിരിക്കും. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ബിൽഡിങ്ങിലില്ല, എല്ലാവരും ദൈവം കാത്തു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതാണ് ഇന്നലെ ഉണ്ടായത്. ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ അതെടുത്തിട്ടുണ്ട്, ഞാനതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.